ഈ സന്ധ്യയിൽ സഭയായ ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ, സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ, നന്ദിയുള്ള ദിവസം പകരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകി. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശരീരമായിട്ടൊക്കെ ബലഹീനമായ അവസ്ഥയിലൊക്കെയാണ് ഭവനങ്ങളിലായിരിക്കുന്നത്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മുടെ യാതനകൾക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ഇത്രത്തോളം കർത്താവ് നമുക്ക് കൃപ തന്നു. ചുരുക്കം പേർക്കായിട്ട് ദിവസത്തിൽ കടന്നു വരുവാൻ, ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഒക്കെ അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ആത്മീയമായ അനുഗ്രഹത്തിനും ദൈവത്തോടുള്ളതായ സമാധാന ബന്ധം കാത്ത് മുന്നോട്ട് പോകുവാനും നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് എന്താണ് ദൈവജനത്തിൻ്റെ മുമ്പാകെ അറിയിക്കേണ്ടത് എന്നുള്ളത് ദൈവത്തോട് ചോദിക്കുകയും ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളുടെ മുമ്പാകെ പറയുകയുമാണ് ചെയ്യുന്നത്. വലിയ കഴിവോ പാണ്ഡിത്യമോ പഠിപ്പോ ഒന്നും എനിക്കില്ല. എന്നാൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ എന്നെ സ്പർശിക്കുന്നതായ ദൈവം എനിക്ക് നൽകുന്നതായ ചിന്തകളാണ് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനകളോട് ദൈവസന്നിധാനത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ വായിച്ചാൽ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നു പ്രശംസിക്കുന്നു. ഇതിലല്ലോ എനിക്ക് സാധിക്കുന്നത് യഹോവയുടെ അനുഭവമാണ്. ഈ അനുഗ്രഹീതമായ വേദവചനങ്ങൾ ആധാരമാക്കിയാണ് ചില ചിന്തകൾ ദൈവത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം എന്താണ്, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് ഈ വായിച്ചതായ വേദഭാഗത്ത് നമ്മോട് അറിയിക്കുകയാണ്. നാം ഇങ്ങനെയാണ് വായിച്ചത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ മറന്ന് പലപ്പോഴും തങ്ങളുടെ സമൃദ്ധിയിലും തങ്ങളുടെ ജ്ഞാനത്തിലും തങ്ങളുടെ പ്രത്യേകമായ കഴിവിലൊക്കെ പ്രശംസിക്കുന്നത് നിരന്തരമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കർത്താവ് യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് അറിയിക്കുകയാണ്, നിങ്ങൾ പ്രശംസിക്കുന്നുവെങ്കിൽ അത് യഹോവയായ ദൈവത്തിൽ പ്രശംസിക്കണം. ഈ പ്രശംസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുകഴ്ത്തുക അതുപോലുള്ളതായ അർത്ഥങ്ങളാണ്. സ്തുതിക്കുക, പുകഴ്ത്തുക. സ്തുതിക്കുന്നതും പുകഴ്ത്തുന്നതും ഒക്കെ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ജനത്തിന് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ്. മറ്റുള്ളവർ നമ്മെ പ്രശംസിച്ച് പറയുക, നമ്മെ സ്തുതിക്കുക, നമ്മെ പുകഴ്ത്തി പറയുക, ഇതൊക്കെ
നമ്മുടെ ജഡത്തിന് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ യഹോവയായ ദൈവം പറയുകയാണ്, ഈ നിലയിൽ പ്രശംസിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതായ ജഡത്തിൻ്റെ കഴിവുകളൊന്നും ദൈവസന്നിധിയിൽ യാതൊരു നിലയിലും ദൈവത്തിന് പ്രസാദിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവനൊരു ശ്വാസത്തിന് തുല്യമാണ്, ഒരു നിഴലിന് തുല്യമാണ്, അവൻ പൊടിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു രൂപം തന്നു, മനുഷ്യാകൃതിയിൽ നമ്മെ സൃഷ്ടിച്ചു. ദേഹം, ദേഹി, ആത്മാവോടുകൂടെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളോടുകൂടെ ദൈവം നമ്മെ സൃഷ്ടിച്ചു. എല്ലാ മഹത്വത്തിനും യോഗ്യൻ സ്വർഗത്തിലെ ദൈവമാണ്. മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പുകഴുവാനായിട്ടോ പ്രശംസിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ളതായ പ്രശംസ പിടിച്ചു പറ്റുവാനോ ഒന്നും നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് മനുഷ്യൻ. എല്ലാ നിലയിലും, വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലുമൊക്കെ മനുഷ്യൻ എപ്പോഴും തെറ്റിപ്പോവുകയാണ്. അവനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അവനെ എപ്പോഴും പിന്നോട്ട് വലിക്കുവാൻ പിശാച് വളരെ തന്ത്രപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രശംസയും നമ്മുടെ സ്തുതിയും നമ്മുടെ പുകഴ്ചയും എല്ലാം സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം തന്നല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ല. നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എല്ലാ പ്രശംസയ്ക്കും മുഖാന്തരമായിരിക്കുന്ന ദൈവമാണ്. ദൈവം തന്നല്ലാതെ ഒരു നന്മയില്ല. വിവിധ നിലകളിലുള്ളതായ പരിശോധനകളും പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മെ കൂടുതൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ, നമ്മുടെ പ്രശംസയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി അത് ശരിയാണോ തെറ്റാണോ, നാം തന്നെയാണോ പ്രശംസ എടുക്കുന്നത്, അതോ നമ്മുടെ എല്ലാ പുകഴ്ചയും ദൈവത്തിന് നാം നൽകാറുണ്ടോ എന്നുള്ളതൊക്കെ ദൈവം വളരെ താല്പര്യത്തോടുകൂടെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ദൈവം പറയുകയാണ്, ദൈവത്തിൽ പ്രശംസിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീരും. പ്രിയമുള്ളവരെ, നാം മനുഷ്യനെ ആശ്രയിച്ചാൽ, മനുഷ്യന് പ്രസാദം നൽകിയാൽ, മനുഷ്യന് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് നൽകുമ്പോൾ അതിൽ നമ്മൾ പുകഴുവാനിടയായി തീർന്നാൽ അതൊന്നും ദൈവത്തിന് പ്രസാദമല്ല. ഒരു വ്യക്തി നമ്മോട് കരുണയായിട്ട് ഏർപ്പെടുന്നത് പോലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട. അപ്പോൾ നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങിയുള്ളതായ, ദൈവത്തിന് പ്രസാദം വരുന്നതായ, ദൈവത്തിന് പുകഴ്ചയും ആരാധനയും സ്തുതിയും കരയറ്റുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കേവലം ഒരു ദിവസം നന്നായിട്ട് നമ്മൾ ജീവിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തിൻ്റെ വചനം വായിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, നമ്മുടെ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. എന്നാലൊരു പിറ്റത്തെ ഒരു ദിവസം ഒരു മാനസികമായിട്ടൊരു പ്രയാസം വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ സ്തുതിയും നമ്മുടെ സ്തോത്രവും ആത്മീയ ജീവിതത്തിൽ കർത്താവിന് നൽകേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒരു പരിമിതിയിലേക്ക് എത്തുവാനിടയായിത്തീരും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം തുടർമാനമായ ഒരു ആരാധന, തുടർമാനമായ ഒരു സ്തുതി, തുടർമാനമായ ഒരു സ്തോത്രം, തുടർമാനമായ ഒരു ജീവിതം. ദൈവത്തോട് നന്ദി പറയുന്നത് തുടർമാനമായിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. കാരണം നന്ദി പറയുവാനും ആരാധന സ്വീകരിപ്പാനും യോഗ്യനായവൻ ഒരുവൻ മാത്രമാണ്, നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന വലിയവനായ ദൈവം. ആ വലിയവനായ ദൈവത്തിലാണ് നാം പ്രശംസിക്കേണ്ടത്, അവനെയാണ് നാം സ്തുതിക്കേണ്ടത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തതായ ആ നിമിഷം മുതൽ നമ്മുടെ ഈ ജീവൻ, ദൈവം തന്ന ദാനമായിട്ട് നൽകി തന്ന ഈ ജീവൻ, അത് കർത്താവൻ തൻ്റെ സന്നിധാനത്തിലേക്ക് എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ നാം വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധാനത്തിലോട്ട് ചെന്ന് ചേരുന്നത് വരെ, അതാണ്
ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലുള്ളതായ പ്രത്യാശ എന്ന് പറയുന്നത്. ആ നിമിഷം വരെ തുടർമാനമായിട്ട് ചെയ്തു പോരേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന് പ്രശംസ കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പുകഴ്ത്തുക എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഒരു വസ്തുതയായിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിമിതികൾ അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നാം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ പരിമിതികളും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു നിലയിലും നമ്മോട് അനീതിയായിട്ട് ഏർപ്പെടുന്നില്ല എന്നുള്ളത് തിരുവചനത്തിൽ വായിച്ച വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ കരുണയൊന്ന് മാത്രമാണ് ഇന്നും നമുക്ക് തള്ളപ്പെടാതെ, താഴ്ത്തപ്പെടാതെ, പിന്മാറിപ്പോകാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ വായിച്ചതായ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ലോകത്തിൽ വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകൾ, തൻ്റെ ജ്ഞാനം മുഖാന്തരം പലതും വെട്ടിപ്പിടിച്ച ആളുകൾ, അവരൊക്കെ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിച്ചു. എന്നാൽ അതൊന്നും അവനെ ജീവിതത്തിലേക്ക്, ദൈവത്തിന് പ്രസാദമുള്ളതായ ഒരു ജീവിതത്തിലേക്ക് അവനെ നയിക്കുവാനോ ആ നിലയിലൊരു ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാനോ അവന് കഴിഞ്ഞിട്ടില്ല. അവരുടെ പരിമിതിയൊക്കെ അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അനേക വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് നമ്മളവിടെ വായിച്ചതായ കാര്യം, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്ര എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് അറിയിക്കുന്നത്. നാം ശ്വസിക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് അത് ദൈവം തന്നതാണ്. അത് നമ്മോട് ഉടമസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ശവമായി. അപ്പോൾ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുകയാണ്. ആ ബലമൊക്കെ ഒരു താൽക്കാലികമായ ബലമാണ്. അതിനൊന്നും യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇന്ന് കാണുന്ന മനുഷ്യൻ നാളെ കാണുമോ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. നിൽക്കുവാൻ ബലം സ്വർഗത്തിലെ ദൈവം തന്നാൽ നമ്മൾ നിൽക്കും. നടക്കുവാൻ ദൈവം ബലം തന്നാൽ നമ്മൾ നടക്കും. സംസാരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചാൽ നമ്മൾ സംസാരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ബലത്തിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പിന്നീട് നമ്മളൊക്കെ വായിക്കുവാൻ ഇടയായതിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. എല്ലാ മനുഷ്യനും ഒരു ഉത്സാഹവും ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നതാണ് 10 പുത്തൻ കയ്യിൽ വന്നാലുള്ളതായ അവസ്ഥ. പിന്നെ നമ്മുടെ മനോഭാവമൊക്കെ മാറും, നമ്മുടെ സമനിലയൊക്കെ വ്യത്യസ്തമായി തീരും, നമ്മുടെ സംസാര രീതികളൊക്കെ വിഭിന്നമായി തീരും. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അവരെയും കൂടെ ചേർത്ത് പിടിക്കുവാനോ ഉള്ളതായ ദൈവിക പദ്ധതിയൊന്നും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാനായിട്ട് സാധിക്കയില്ല. തമ്മിൽ തന്നെ ഒരു എന്താ അതിനു വേണ്ടി പറയുക, ധനവാന് തന്നിൽ തന്നെ ഒരു പ്രശംസയുണ്ടാകും. എല്ലാ അധികാരവും തന്നിലാണ്, എല്ലാ കഴിവുകളും തനിക്കാണ്, തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിനക്ക് തന്ന ജ്ഞാനവും നിനക്ക് തന്ന ബലവും നിനക്ക് തന്ന ധനവും ഒക്കെ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത് അത്രമാത്രം വലുതാണ്. അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നു, ദൈവം പ്രശംസിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ചില കാര്യങ്ങൾ. ദൈവത്തിൻ്റെ ദയ. ലോകത്തുള്ളതായ എല്ലാ മനുഷ്യരോടും ദൈവത്തിന് ദയയില്ല, ഒരു പ്രത്യേക കൂട്ടത്തോട്. പഴയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അബ്രഹാമിലൂടെ ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ തന്നെ ആരാധിക്കുവാൻ, തന്നെ മഹത്വപ്പെടുത്തുവാൻ, തന്നെ പ്രശംസിക്കുവാൻ, തന്നെ സ്തുതിക്കുവാൻ ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. അവരുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല തിരഞ്ഞെടുത്തത്. വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുകയും അതിനുവേണ്ടി ജീവൻ വെച്ച് കൊടുക്കുകയും അതിൻ്റെ മുമ്പാകെ നൃത്തം ചെയ്യുന്നതൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നാണ്
ഒരു ചെറിയ കൂട്ടത്തെ ദൈവം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ ദൈവം അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി സ്വർഗത്തിലെ ദൈവം ഒരു ജനത്തെ രൂപപ്പെടുത്തി തന്നെ ആരാധിക്കുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. അവരോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിൻ്റെ ദയ പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരോടുമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ നോക്കണം ലോകത്തെ സ്നേഹിച്ചു. അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദയ പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതങ്ങളോടാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ പരിപാലനം ഏറ്റവും അധികം ഏറ്റുവാങ്ങുന്നത് ദൈവ മക്കളാണ്. അപ്പം ദൈവത്തോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവത്തോട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന കാര്യം ദൈവത്തിൻ്റെ ന്യായം. ദൈവത്തിൻ്റെ ന്യായത്തിൻ്റെ പ്രത്യേകത യഹോവ രാജാവാണ്. അവൻ രാജാതി രാജാവാണ്. ലോകത്തിലുള്ളതായ സകല രാജാക്കന്മാരെ നിയമിക്കുകയും വാഴിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ ന്യായാധിപതിയാണ്. അവൻ ന്യായം പ്രവർത്തിക്കും. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവൻ ന്യായമായിട്ട് നമ്മോട് ഏർപ്പെടും. എന്നാൽ അന്യായം ചെയ്യുന്നവന് തക്കതായ ശിക്ഷയും ദൈവം നൽകുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് ന്യായമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കുവാനുള്ളതായ എല്ലാ സാധ്യതകളും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നിട്ടുണ്ട്. നാം എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ചുറ്റുപാടുകളോട് ബന്ധത്തിലൊക്കെ നാം എങ്ങനെയായിരിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഈ വചനം പ്രസംഗിക്കുന്ന നമ്മൾ, ഈ വചനം കേൾക്കുന്നതായ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരു അലസമായ നിലയിൽ നമ്മൾ അതിനോട് ഏർപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വില കൊടുക്കുന്നില്ല എങ്കിൽ, അതിന് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ, ആരാണ് ഈ കാര്യങ്ങളൊക്കെ താല്പര്യത്തോടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ നമുക്കില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നാം വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം എന്ത് യോഗ്യതയാണ് ദൈവത്തിൻ്റെ ഈ വചനം പറയുവാൻ എനിക്കുള്ളത്, ഇത് കേൾക്കുവാൻ നമുക്കുള്ളത്. നമുക്കൊരു യോഗ്യതയുമില്ല, നമ്മൾ അയോഗ്യരാ. എല്ലാ കാര്യങ്ങളും അയോഗ്യരാണ്. ദൈവം കൽപ്പിച്ചതായ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടതായ പുകഴ്ച കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അശക്തരാണ്. എന്നാൽ ദൈവം അതാത് സമയങ്ങളിൽ വീണുപോകാതെ, താണുപോകാതെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചുരിഞ്ഞ് നമ്മളെ ബലവാന്മാരും ജ്ഞാനികളും ശക്തന്മാരുമാക്കി നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ കാണുന്ന സമ്പാദ്യമൊന്നുമല്ല ധനമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരിക്കലും വിലമതിക്കുവാൻ കഴിയാത്ത ധനമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നിക്ഷേപമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമുക്കൊന്നും അഹങ്കരിക്കുവാനില്ല, ഒന്നും നമുക്ക് പ്രശംസിക്കുവാനില്ല, ഒന്നിലും പുകഴുവാനായിട്ടില്ല. ഓരോ ദിവസവും ഓരോ ദൈവബദലിനും ആവശ്യമായ ദൈവ കൃപ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഉടമസ്ഥനായിരിക്കുന്ന, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് പിതാവായ ദൈവം നൽകി നമ്മെ ശക്തന്മാരാക്കുന്നു. നമ്മൾ ബലഹീനരായിരിക്കും തന്നെ നമ്മൾ ശക്തരാകുക. നമ്മളെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ ഓരോ ദിവസവും ദൈവം നിർത്തുക. നമ്മുടെ കഴിവൊക്കെ ഏറ്റവും നിസ്സാരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമത് നമ്മളവിടെ ചിന്തിച്ചത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും ലഭിച്ച
തൻ്റെ ഭക്തന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ദൈവ സഭയ്ക്കുള്ളതാണ്, ദൈവജനത്തിനുള്ളതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം എത്രയോ ശ്രേഷ്ഠകരമായ നിലയിലാണ് നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കാം. മതി. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പഴയ നിയമത്തിൽ ഇരമ്യാവ് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന്റെ ബന്ധത്തിൽ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, തൻ്റെ ശക്തിയിൽ പ്രശംസിക്കരുത്, അവൻ്റെ ദയയിൽ പ്രശംസിക്കണം, അവൻ്റെ നീതിയിൽ നാം പ്രശംസിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായത്തിൽ നാം പ്രശംസിക്കണം. ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കണം. പൗലോസ് പുതിയ നിയമ ലേഖനങ്ങൾ എഴുതുമ്പോൾ 35-ലധികം പ്രാവശ്യം ദൈവസഭയോട്, ദൈവമക്കളോട് കർത്താവിൽ പ്രശംസിക്കണമെന്ന് വിവിധ നിലകളിൽ നമ്മോട് അറിയിച്ചിരുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ വായിച്ചതായ വേദഭാഗത്ത് നമുക്കിങ്ങനെയാണ് വായിച്ചത്: ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അതുമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലാണ്, ആത്മാവിൽ നിറഞ്ഞുള്ളതായ ആരാധന. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടെടുപ്പിനാളിനായിട്ട് മുദ്രയിടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ രക്ഷ, അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, അത് കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് നൽകി തന്നു. എന്നാൽ ഈ ശരീരത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. പാപത്തിന് സാന്നിധ്യത്തിലുള്ള, പാപത്തിൻ്റെ ശക്തിയുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് തുടർമാനങ്ങളായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കാത്തതിൻ്റെ കാരണം. ദൈവത്തിന് പ്രസാദമുള്ള ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ ഒരിക്കലും പിശാച് നമ്മെ സമ്മതിക്കുകയില്ല. ഒരിക്കലും ഈ ജഡം അതിന് കീഴ്പ്പെട്ട് കൊടുക്കത്തുമില്ല. നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിസ്സാരന്മാരായ വ്യക്തി ജീവിതം, ഒന്നും പ്രശംസിക്കുവാനില്ല. ദൈവം കൃപ തന്നാൽ മാത്രം നമ്മൾ അടുത്ത ചുവട് മുന്നോട്ട് എടുത്തു വെക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് നമുക്കവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക.
നമ്മുടെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പുകഴ്ച, നമ്മുടെ ആരാധന, നമ്മുടെ സ്തുതി എല്ലാം കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് ആ ആരാധനകൾ ഏറ്റുവാങ്ങിയതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യജന്മമെടുത്ത് നമ്മെ സ്നേഹിച്ച് നമ്മെ സ്വർഗത്തിലിരുത്തുവാൻ താഴ്ചയുള്ള ശരീരവുമായിട്ട് ലോകത്തിലേക്ക് വന്ന പരിശുദ്ധനായ ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തു, അവനിൽ പ്രശംസിക്കുന്നു. മൂന്നാമത്, ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുക. നമ്മൾ ഈ ജഡം പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തോട് 100% ആത്മാർത്ഥത പുലർത്തിയുള്ളതായ ആരാധന നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ പരിശോധിക്കാൻ നമുക്ക് വളരെയധികം ഉത്തരവാദിത്തമാണ്. സ്വർഗത്തിലെ ദൈവം ഇത്ര വലിയ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തപ്പോൾ അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വളരെയധികം ആഗ്രഹങ്ങളുണ്ട്, വളരെയധികം നമ്മളോടുള്ള പ്രതീക്ഷകളുണ്ട്. നാം ഈ കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടുള്ളതായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായിട്ട് ഒരുപോലെ ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകുകയും. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പ്രശംസിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, അനേക കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാൽ. ആവസിക്കേണ്ടതിന് മതി. നമുക്ക് വളരെ എല്ലാവരും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് അനേക പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകിയവനാണ് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം, അത് നമ്മുടെ വീണ്ടെടുക്കുവാനായിരിക്കുന്ന ദൈവം. ഈ വായിച്ചതായ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പൗലോസിൻ്റെ ജഡത്തിലൊരു ശൂലം അവൻ്റെ രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നൽകി. അതിനൊരു കാരണമൊക്കെ അവിടെ പറയുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ എന്തെയും നിഗളിച്ചു പോകാതിരിപ്പാൻ തന്നെ കുത്തുവാൻ സാത്താനെ അല്ലെങ്കിൽ ആ ഒരു ദൂതനെ ദൈവം അവന് മുമ്പാകെ നിൽക്കുക. അത് നീങ്ങുവാനായിട്ട് 3 പ്രാവശ്യം പൗലോസ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്നാൽ അതിനൊരു മറുപടിയും അവിടെ കർത്താവ് നൽകുന്നില്ല. നമ്മളത് വായിക്കുന്നത് എന്താ? അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. പൗലോസിന് ഒരു പരാതിയുമില്ല. തൻ്റെ ജീവിതത്തിൽ നാളുകളായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് വിടുതൽ നൽകുവാനായിട്ട് കഴിയും. അവൻ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയവനാണ്, അഞ്ചപ്പ കൊണ്ട യാരങ്ങളെ പോഷിപ്പിച്ചവനാണ്, അനേക അത്ഭുതങ്ങൾ ചെയ്തു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, സകലത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. തൻ്റെ ദാസനായിരിക്കുന്ന പൗലോസും രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പരിശോധന ഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ അവൻ ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു നല്ല നിലവാരം
ദൈവിക സമാധാനം അനുഭവിക്കുന്ന പൗലോസിൻ്റെ പ്രാർത്ഥന മാത്രം യഹോവയായ ദൈവം കേട്ടില്ല. പിന്നെ ആ അവനുള്ളതായ പ്രയാസങ്ങളോടുകൂടെ, പ്രതിസന്ധികളോടുകൂടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ ഉള്ളതായ ദൈവത്തിൻ്റെ അളവറ്റ കൃപ അവനൊരിക്കലും ആഗ്രഹിക്കാത്ത, അവനത് ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം തൻ്റെ കൃപ നൽകി അവനെ അതാത് സമയങ്ങളിൽ ശക്തിപ്പെടുത്തി കർത്താവിൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, ദൈവത്തിന് പ്രശംസ അർപ്പിക്കുമ്പോൾ, എല്ലാ പുകഴ്ചയും അവന് അർപ്പിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് വരും. എന്നാൽ അതിന് ഒരു വലിയ ഉദ്ദേശം ദൈവത്തിനുണ്ട്. നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവം എത്ര ശ്രേഷ്ഠകരമായ നിലയിലാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അനേക ദൈവഭക്തന്മാരായിരിക്കുന്ന, കർത്താവിന് വേണ്ടി അനേക ശുശ്രൂഷകൾ ചെയ്ത, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള അതിസൗമ്യനായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്ന സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം ഞാനത് വായിച്ചൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ 40 വർഷക്കാലം ഐശ്വര്യമായിട്ട് നടത്തി, ദൈവമായിട്ട് അവർക്ക് മുൻപിൽ നടക്കുവാൻ ദൈവം നിയോഗിച്ചത് മോശയാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്നാൽ സീൻ മരുഭൂമിയിലെത്തിയതായ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ നിലവിളിച്ചു, ഞങ്ങളുടെ മൃഗങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ഇടയിലുള്ളതായ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആളുകളെ അവരൊക്കെ വെള്ളം കുടിക്കാതെ ക്ഷീണിച്ചു പോവുക. മോശയോട് പ്രവർത്തു. എന്നാൽ ദൈവം അതൊക്കെ കേട്ടു. ദൈവം മോശയോട് പറഞ്ഞു, നീ അഹ്റോനെയും കൂട്ടി നിന്റെ കയ്യിലുള്ളതായ വടിയുമായിട്ട് നീ പാറയുടെ അടുക്കിലേക്ക് ചെന്ന് അതിനോട് കൽപ്പിക്കുക. ജനമെല്ലാം പിറുപിറുക്കുകയാണ്. മോശയെയും അഹ്റോനെയും ചോദ്യം ചെയ്യുകയാണ്. എല്ലാ മത്സരങ്ങളും മോശയുടെ മുമ്പാകെയാണ്. മോശയും മാനുഷികമായ നിലയിൽ കോപിച്ചു. 2 പ്രാവശ്യം കൽപ്പിക്കാൻ യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം പാറയെ അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് ദാനമായിട്ട് അല്ലെങ്കിൽ അവകാശമായിട്ട് നൽകുവാനായിട്ട് ദൈവം അവരെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന, അവരോട് വാഗ്ദത്തം ചെയ്ത അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കനാൻ ദേശം നീ കാണുകയില്ല. എന്തോ ഒരു വേദനയായിരിക്കും മാനുഷികമായ നിലയിൽ മോശയുടെ ഹൃദയത്തിലുണ്ടാകുക. അത് അതിൻ്റെ ആഴം അങ്ങോട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കും. മനുഷ്യമാതിരി നാം ചിന്തിച്ചാൽ നമുക്കൊരു മറുപടിയും പറയുവാനായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. എന്നാൽ ഒരു നിമിഷം ഉണ്ടായ അവൻ്റെ കോപം, ദൈവം വെച്ച അനവധിയായ നന്മകൾ അനുഭവിപ്പാനോ ആ ദേശം കാണുവാനോ അത് വിവാഹിച്ച് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് കൊടുക്കുവാനോ ദൈവം അനുവദിച്ചില്ല. സാവധാനങ്ങൾ വായിക്കുന്നുണ്ട്. കൊടുമുടിയുടെ മുകളിൽ അവനെ കൊണ്ടുപോയി ദൂരെ നിന്ന് ആ ദേശമൊക്കെ അവനെ കാണിച്ച് സംതൃപ്തി അടഞ്ഞ് അഹ്റോൻ മരിക്കുന്നു. മോശയും മരിച്ച് ദൈവസന്നിധാനത്തിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട്. പ്രിയപ്പെട്ട, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതി പോലൊന്നുമല്ല.
നമ്മൾ ചിന്തിക്കും, എൻ്റെ ഇന്ന കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി, ഇതുവരെയും ദൈവം ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇടുങ്ങിയ മനസ്സുമായി ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത അനുഗ്രഹങ്ങളും നന്മകളുമാണ് ദൈവം നമുക്ക് നൽകുവാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ ദൈവം മറുപടി നൽകി തന്നില്ല എന്നിരിക്കും. ഏലിയാവിനോടുള്ള ബന്ധത്തിലൊക്കെ നമുക്കത് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരും. നിസ്സാര കാര്യത്തിൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ അവിടെ വാക്കുകൾക്ക് മുമ്പാകെ മരിക്കുവാനായിട്ട് തയ്യാറായ ഏലിയാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് ദിവസങ്ങൾക്ക് മുൻപ് ദൈവത്തിന് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാണ്. മരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, എന്നാൽ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അത്ഭുതമാകുന്ന പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. മരണം ആഗ്രഹിച്ചതായ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ആശ്വാസം പ്രാപിച്ച് കിടന്നുറങ്ങിയതായ ഏലിയാവിന് തൻ്റെ ശുശ്രൂഷകളൊക്കെ കുറച്ചും കൂടെ ചെയ്യുവാനുള്ളതായ അവസരങ്ങൾ നൽകി അവനെ ദൈവം തൻ്റെ സന്നിധാനത്തിലേക്ക് ജീവനോടെ എടുക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ബൈബിളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗെത്സമനാ തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരെ 8 പേര് അവിടെ ആയിരിക്കുകയാണ്. യൂദാ 30 വെള്ളിക്കാശും വാങ്ങി അവനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് കടന്നുപോകും. എന്നാൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ആ 11 ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ ഗെത്സമനാ തോട്ടത്തിൽ അവൻ ഒരു കല്ലേറ് അവരെ അവിടെ ഇരുത്തിയതിനു ശേഷം ഒരു കല്ലേറ് മുന്നോട്ട് പോയി നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങണം. അവൻ്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ താഴെ വീഴുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ നിലവിളി കേട്ടില്ല. അവൻ ആ നിലവിളി കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദൈവമക്കൾ എന്നുള്ളതായ പദവിയോടുകൂടെ ദൈവസന്നിധാനത്തിലിരിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രത്യേകതയല്ല, നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ ധനമല്ല, നമ്മുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായം, അതൊന്നു മാത്രമാണ് ഈ ശ്രദ്ധയിലും ഐശ്വര്യമായി ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ അല്പസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് നമുക്ക് തന്ന നല്ല സാവകാശം. നമുക്ക് പ്രശംസിക്കാനുള്ളത് ദൈവ കൃപയിലാണ്. നമുക്ക് പ്രശംസിക്കാനുള്ളത് നമ്മുടെ ബലഹീനതകളിലാണ്. എൻ്റെ ബലഹീനതകളൊക്കെ എണ്ണി പറഞ്ഞാൽ ഒരിക്കലും എനിക്കൊരു ആശ്വാസം തരുന്നില്ല. ഒന്നും പ്രശംസിക്കാനായിട്ട് അതിനകത്തില്ല. അത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പൗലോസ് പറയാണ്, അവരുടെ ജീവിതത്തിലുണ്ടായ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന, കർത്താവിന് വേണ്ടി ബുദ്ധിമുട്ട്, പ്രയാസം, പ്രതിസന്ധി അങ്ങനെയുള്ളതായ അനവധി കഷ്ടതകൾ അനുഭവിക്കുവാത്തോളം തന്നെ സ്വയം സമർപ്പിക്കുന്ന പൗലോസിൻ്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ കേട്ടതായ ദൈവത്തിൻ്റെ വചനം അത് നമ്മെ ശക്തിപ്പെടുത്തട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊണ്ടുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലൂടെ കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, സന്തോഷം, സമാധാനവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്നും നമ്മെ താഴ്ചയിൽ നിർത്തുന്നതല്ല സ്വർഗത്തിലെ ദൈവം, നമ്മുടെ രക്ഷകൻ, നമ്മുടെ രക്ഷിതാവ്. ഈ താഴ്ചകൾക്കെല്ലാം ഒരു ഉയർച്ച സ്വർഗത്തിലെ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷണികമായ ഈ ജീവിതം വേഗം തീർന്നു പോകും. നാം കർത്താവിനെ മുഖാമുഖമായി കാണും. താഴ്ചയുള്ള ശരീരം കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. അവിടെ ഒരു പ്രയാസവുമില്ല. അത് ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തങ്ങളും പ്രാപിക്കുന്ന സന്നിധാനമാണ്.
ആയാൽ കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന് സകല മഹത്വം കൊടുക്കാം. സകല പ്രശംസയും പുകഴ്ചയും ആരാധനയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.